വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരത്തിലേക്ക്. ഇറാനിലെ കെർമാനിൽ മലയാളി വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നു. കെർമാൻ സർവകലാശാലയിലെ 12 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് നാട്ടിലെത്താനാകാതെ കുടുങ്ങിക്കിടക്കുന്നത്. ഇറാനിലെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ ആണ് ഈ മലയാളി വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിപ്പോയത്. വിവരങ്ങളുമായി ഇപ്പോൾ ദിൽന ചേരുകയാണ്. ദിൽന, വിദ്യാർത്ഥികൾ അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾ നമ്മുടെ സർക്കാരുകളെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിനെ, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ, അതുപോലെ ഇറാനിലെ ഇന്ത്യൻ എംബസി എന്തു ചെയ്യുന്നു? എന്താണ് നാട്ടിലുള്ള രക്ഷിതാക്കൾ ഈ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഈ കെർമൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിലെ 12 മലയാളി വിദ്യാർത്ഥികളാണ്, MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇവിടെ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ രക്ഷിതാക്കൾ ഇപ്പോൾ കേരള കേന്ദ്ര ഗവൺമെന്റുകൾക്ക് മെയിൽ മുഖാന്തരം ഒരു പരാതി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ മക്കൾ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരണം, അതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം എന്നതാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഈ ഒരു ആവശ്യം ഇറാനിൽ ഇന്ത്യൻ എംബസിയോട് പറഞ്ഞപ്പോൾ അവിടെ നിന്നും അനുകൂലമായ ഒരു മറുപടി ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നടപടി സ്വീകരിക്കണമെന്ന രീതിയിൽ ഒരു മെയിൽ അയച്ചിരിക്കുന്നത്. അതിൽ വിദ്യാർത്ഥികളുടെ സംരക്ഷണം, അവരുടെ സുരക്ഷിതമായ ഒരു ഗതാഗത സാഹചര്യം, അവർക്കുള്ള അടിയന്തര സഹായം എന്നിവയെല്ലാം തന്നെ ഇന്ത്യ ഗവൺമെന്റ്, വിദേശകാര്യ മന്ത്രാലയം, കേരള ഗവൺമെന്റ്, നോർക്ക എന്നിവയെല്ലാം കൂട്ടി ഇണക്കി ഒരു ഏകോപനം ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ 12 വിദ്യാർത്ഥികളുടെയും മെഡിക്കൽ വിദ്യാഭ്യാസവും അവരുടെ ഭാവിയും ഇതൊക്കെ ശാശ്വതമാക്കാൻ വേണ്ടി ചെയ്യാവുന്ന നടപടികളെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്നെല്ലാം ആ മെയിലിൽ പറയുന്നുണ്ട്. നിലവിൽ ഇറാനിലെ പല സ്ഥലങ്ങളിലും ഇന്റർനെറ്റ് തടസ്സം നേരിടുന്നതിനാൽ ഇവർക്ക് കൃത്യമായി വീട്ടിലേക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരാതി മെയിലിൽ ഉടനീളം ഒന്ന് ലൈനിൽ തുടരുക. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ താരിഷ് ഉണ്ട്. താരിഷ്, എന്താണ് ഈ സാഹചര്യം? എന്താണ് ഇതേക്കുറിച്ച് പറയാൻ അറിയാവുന്ന കാര്യങ്ങൾ? പറയേണ്ടത് എന്താണ്? നാടറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയും. അതെ, ഇതിൽ നിലവിൽ അവിടെ ഒരാഴ്ചത്തോളമായിട്ട് യാതൊരുവിധ നെറ്റ്വർക്കുകളും അവിടെ ജാം ചെയ്തിരിക്കുകയാണ്, അവിടുത്തെ ഈ ആഭ്യന്തര പ്രശ്നം മൂലം. അപ്പൊ കുട്ടികളുമായിട്ട് നമ്മൾ ഒരു 8 ദിവസത്തോളമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും തന്നെ നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ നിലവിൽ കഴിഞ്ഞ ദിവസം അവര് നമ്മളെ വിളിക്കുകയുണ്ടായി. ഒരു 2-3 മിനിറ്റുമാണ് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നത്. അവരോട് ഇന്ത്യൻ എംബസി അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പോകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ അവിടെ യാതൊരുവിധ ഇന്റർനെറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പം കുട്ടികൾക്ക് നിലവിൽ വെളിയിൽ ഇറങ്ങിപ്പോയി ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. അതായത് ഇന്ത്യൻ എംബസി പറയുന്നത് നിങ്ങൾ ഇതുപോലൊരു അതീവ അങ്ങേയറ്റം സംഘർഷഭരിതമായ ആ രാജ്യത്ത് നിന്ന് നിങ്ങൾ സ്വയം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പൊക്കോളൂ എന്ന നിലയിൽ ഇന്ത്യൻ എംബസി ഇന്ത്യൻ എംബസി ആ ഒരു നിലയിലല്ല. അവർ പറയുന്നത് ടിക്കറ്റ് നിങ്ങൾ സ്വയം എടുത്ത് അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്കിപ്പോ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാമെങ്കിൽ പോലും ഈ ടിക്കറ്റ് ഒന്ന് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ യാതൊരുവിധ കണക്ടിവിറ്റിയോ ഒരു മെസ്സഞ്ചർ ആപ്പുകളോ പോലും അവിടെ വർക്കല്ല. ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ എംബസി ബന്ധപ്പെട്ട് അവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി ഇവാക്യുവേറ്റ് ചെയ്ത് ഇന്ത്യയിൽ എത്തിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോ താരിഷിന്റെ ആരാണ് അവിടെ ഉള്ളത്? ആകെ എത്ര കുട്ടികളാണുള്ളത്? അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ? അവിടെ നിലവില് 12 ഇപ്പൊ കെർമാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലയാളി കുട്ടികൾ പഠിക്കുന്നത്. അവര് 11 പേര് MBBS 2ാം വർഷം, ഒരാള് 3ാം വർഷമാണ് അവിടെ പഠിക്കുന്നുള്ളത്. അതില് കോട്ടയത്തു നിന്നുള്ള ഒരാള്, എറണാകുളം ഒരാള്, കോഴിക്കോട് 2 പേര്, കാസർഗോഡ് 2, ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ മലപ്പുറത്തു നിന്നാണുള്ളത്. അപ്പം നമ്മൾ ഇവരുടെ ഒരു 12 സ്റ്റുഡൻസിന്റെ ഒരു കൂട്ടായ്മ ഞങ്ങളിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രിക്കും അധികാരിപ്പെട്ടവർക്കൊക്കെ തന്നെ ഇമെയിൽ വഴി അവിടുത്തെ സാഹചര്യം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. നിലവിൽ ഇപ്പം ഈ വാക്കേഷനുമായിട്ട് എംബസി പറയുന്നതാണ് നിങ്ങൾ സ്വയം നിലയ്ക്ക് ടിക്കറ്റ് എടുക്കാനാണെന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള യാതൊരുവിധ സാഹചര്യങ്ങളും നിലവിൽ അവിടെ ഇല്ല. ഈ കുട്ടികൾ ഫോണിൽ കുറച്ച് സമയം സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് ദിവസം അവരെ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല, അല്പം മിനിറ്റ് മാത്രം സംസാരിച്ചു. അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് അവരെന്താണ് പറയുന്നത്? അവര് നിലവിൽ ഒരു ഭീതിജനകമായ അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. അവര് ഒരു ബിൽഡിങ്ങിൽ അവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ അനുവാദമില്ല. ഒരു ബിൽഡിങ്ങിൽ അവർ ക്ലോസ് ആയിട്ടാണുള്ളത്. അവർക്ക് യാതൊരു വാർത്തകളും അറിയുന്നില്ല. ഈ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കണക്ടിവിറ്റി ഉണ്ട്. അതായത് അവിടെ ഒരു 1-2 മിനിറ്റ് സംസാരിക്കും, വേറെ ഒന്നും അവരറിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിവിടെ അറിയുന്ന അത്രയും കാര്യങ്ങൾ പോലും അവർക്ക് അവിടെ അറിയാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു അറിയിപ്പ്
ഇപ്പം ഈ പല ഒരു ഗ്രൂപ്പുകളുണ്ട്, അവിടെയുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പുകളിൽ കൂടെ വന്നേക്കുന്നത്. അതാത് നിലയ്ക്ക് അവർ ടിക്കറ്റ് എടുത്ത് ഇവാക്യുവേറ്റ് ചെയ്ത് പോകാനാണ് ഇപ്പം നിലവിൽ പറയുന്നത്. അതിനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല. അങ്ങനെ ടിക്കറ്റ് എടുക്കാനോ നമുക്ക് ഇവിടുന്ന് എടുത്ത് അയച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല അവരുള്ളത്. ശരി, ഓക്കെ. ഏതായാലും കേന്ദ്ര സർക്കാരിനെയും ഈ വിവരം അറിയിച്ചല്ലോ അല്ലോ. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്. കേന്ദ്ര സർക്കാരിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരാണിപ്പം അവിടെ തെഹ്റാനിലുള്ള ഇന്ത്യൻ എംബസിയായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് അവരാണ്. അവര് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വളരെ നല്ല രീതിക്കുള്ള അവര് വളരെ നമുക്ക് ഒത്തിരി സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നു. ഇത്തവണ അങ്ങനെ ചെയ്തു തരുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരി ശരി, റൈറ്റ്. ശരി താരിഷ്, ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. 12 മലയാളി വിദ്യാർത്ഥികളാണ് കെർമാനിൽ, ഇറാനിൽ ഇപ്പോൾ വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ അവിടെ കുടുങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ എംബസി അവരോട് വിമാന ടിക്കറ്റ് എടുത്ത് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോയിക്കോളൂ എന്ന മട്ടിൽ പറയുന്ന ഒരു നിസ്സംഗത അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു. മോദി സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെയും ഒക്കെ ഈ വിവരം അറിയിച്ച് രക്ഷിതാക്കൾ പരാതിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വിവരങ്ങൾ അറിയിച്ച് നിൽക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിവരം. സാഹചര്യം കൈരളി ന്യൂസ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത്.